ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കടുപ്പത്തിലൊരു ചായ തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു മസാല ചായ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏത് കപ്പിലാണോ ചായ എടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവ് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് 2 ഏലക്ക ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കുത്തി ചതച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചായക്ക് വെച്ച വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും ഏലയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒരു 2 മിനിറ്റ് വരെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ഇഞ്ചിയും ഏലക്കേൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു 2-3 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ട് ചായൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഏത് കപ്പിലാണോ എടുത്തത് ആ കപ്പിൻ്റെ അളവ് തന്നെയാണ് ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇപ്പോൾ അതിവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചായൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ഡാർക്ക് കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പുതിനയില ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം അധികം നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം. ഏലക്കായും ഇഞ്ചിയും പുതിനയിലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഫ്ലേവർ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റി ആട്ടോ. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ചായ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചായ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്.